ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. റൗണ്ട് ഗെയിമിൽ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഞാൻ പോകുന്നത് BR കളിക്കാനാണ്. എൻ്റെ അനിയനുണ്ട്. അങ്ങനെ വേറെ ചാലഞ്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു BR കളിക്കുന്ന. ബുയ അടിക്കാൻ പറ്റുമെങ്കിൽ ബുയ അടിക്കാൻ ശ്രമിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയത് ഒബ്സർവേറ്ററി ആണ്. എൻ്റെ അനിയൻ അങ്ങങ്ങാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി റെക്കോർഡർ ഓണാക്കിയപ്പോഴത്തേക്ക് അറിയാതെ ബാക്കായി പോകുക. അതുകൊണ്ടാണ് ഞാൻ സ്റ്റില്ല് നിന്നു ആയത്. അപ്പോൾ എനിക്ക് ഗണ്ണ് കിട്ടിയത് AUGയും പിന്നെ മാഗുമാണ്. പിന്നെ എനിക്ക് AUGയുടെ കുറച്ച് ആമോ കിട്ടി. പിന്നെ എനിക്ക് സ്കാർ കിട്ടി ഗൈസ്. AUGനെക്കാട്ടും നല്ല സ്കാറാന്ന് വെച്ച് ഞാൻ സ്കാർ എടുത്തു. സ്കാറും മാഗുമാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. നോക്കുമ്പോൾ എൻ്റെ അനിയന് ഫൂട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ എനിമിനെ അടിക്കാൻ വേണ്ടി കയറുവാണ്. എൻ്റെ അനിയന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി കയറിയപ്പോൾ തന്നെ എൻ്റെ അനിയൻ ചത്തു. അവൻ പറഞ്ഞ് സർവൈവ് ചെയ്താൽ മതി, അവൻ ഓട്ടോ റിവൈവ് ഉണ്ടെന്ന്. നോക്കി ഞാൻ സർവൈവ് ചെയ്യാന്ന് വെച്ചു. ഞാനാണെങ്കിൽ ഇവിടുത്തെ കോയിനും എടുത്തിട്ട് അവൻ എന്തായാലും സർവൈവ് ഒന്നും ചെയ്യേണ്ട, അവന്മാരെ അടിച്ച് പവർ കാണിക്കാന്ന് വെച്ച് കയറുവാണ്. എന്തോ ആണെന്നൊന്നും അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞ് കയറിയതാണ്. നോക്കുമ്പോൾ രണ്ട് പേരിഞ്ഞ് വരും. ഞാൻ കച്ചുമായിട്ട് കയറി ചെന്നിട്ട് അവന് മാഗോ ചോറിച്ച് ഡാം കൊടുത്തു ഗൈസ്. മാഗോ ചോറിച്ച് ഡാം കൊടുത്തപ്പോൾ തന്നെ അവൻ ഇറങ്ങി വന്നു. എനിക്ക് മനസ്സിലായി മാഗിൻ്റെ ഡാം ഫേക്ക് ഡാം കയറിയെന്ന്. പിന്നെ സ്കാർ ചോറിച്ച് ഡാം കൊടുത്ത് എന്നിട്ട് അവൻ ഗ്ലൂ ഇട്ട് മെഡടിക്കുവാണ്. ഞാൻ അവൻ്റെ ഗ്ലൂ പൊട്ടിക്കാൻ വേണ്ടി ഗ്ലൂ പൊട്ടിക്കുന്ന ഒരു ഗ്രനേഡ് ഇട്ട്. പിന്നെ അവൻ കയറി വന്നപ്പോൾ തന്നെ അവനെ ഞാൻ മാഗ് വെച്ച് അടിച്ചിട്ട് ഗൈസ്. അപ്പോൾ ഞാൻ റിവൈവ് ആക്കാൻ നിൽക്കുന്നില്ല, അവൻ ഓട്ടോ റിവൈവ് ആയിക്കോളൂ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിവൈവ് ആക്കാൻ പോയില്ല, ഞാൻ ഇരുന്ന് മെഡടിക്കുകയാണ്. ആ സമയം കൊണ്ട് അവൻ റിവൈവ് ആയി വരും. അപ്പോഴത്തേക്കിനെ ഇതിനകത്തുള്ള ലൂട്ടൊക്കെ എടുത്തിട്ട് എനിക്ക് കോഡ് കണ്ണിട്ട് ഞാൻ കോഡും എടുത്ത് ഞാൻ മാഗ് മാറ്റി MB40 എടുത്ത് ഗൈസ്. ഓക്കെ, MB40 വെച്ച് പവർ കാണിക്കുന്നത് വെച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കണ്ടാണ് എൻ്റെ ക്യാമറയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കൂടിയില്ല ഗൈസ്. കുറച്ചെങ്കിലും ക്ലാരിറ്റി കൂടിയില്ല ഗൈസ്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പുതിയ ഫോൺ കിട്ടി. ഓക്കെ ഗൈസ്, അപ്പം പുതിയ ഫോണിലാണ് ഇപ്പോൾ എഡിറ്റും വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ അക്കൗണ്ട് വേറെയാണ്, നിങ്ങൾ കണ്ടാണ്. ഞാൻ ഇന്നും വേറെ അക്കൗണ്ടിലാണ് കളിക്കുന്നത്. ഈ ഫോണിൽ എൻ്റെ Gmail ID അല്ല, അതും ആക്കണം ഗൈസ്. എൻ്റെ പഴയ അക്കൗണ്ട് എനിക്ക് ആവശ്യമാണ്. എനിക്ക് ഈ അക്കൗണ്ടിൽ എനിക്കധികം കളിക്കാൻ പറ്റൂല, എനിക്ക് മിസ് ചെയ്യുന്ന കേസ് എൻ്റെ അക്കൗണ്ട്. ആ അക്കൗണ്ടിൽ കളിച്ചിട്ട് എത്ര കാലം ഏതറിയാം കേസ്. എൻ്റെ ഫോൺ പനലായപ്പോൾ തൊട്ട് നിർത്തിയതാണ്. പിന്നെ എൻ്റെ വേറെ ഫോണുണ്ട്. ആ ഫോൺ എപ്പോഴും ഒന്നും എനിക്ക് കിട്ടൂല. അപ്പം ആ ഫോൺ വല്ലപ്പോഴൊക്കെയാണ് എനിക്ക് കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫോണിൽ വല്ലപ്പോഴും കളിച്ച് എൻ്റെ ഗിൽഡിൻ്റെ ഗ്ലോറി കൂട്ടും, അങ്ങനെ ഒത്തിരിയും കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാതെ എനിക്ക് ആ ഫോൺ ഭയങ്കര മിസ് ചെയ്യുന്നത് വെച്ചാൽ ആ അക്കൗണ്ട് ഭയങ്കര മിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അനിയൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കേസ് ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ അക്കൗണ്ട് പോയില്ല. എൻ്റെ അക്കൗണ്ട് എനിക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള വിഷമത്തിൽ നിങ്ങളൊന്ന് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യുക ഗൈസ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്ക് 131 കഴിഞ്ഞ വീഡിയോ കൂടി ഇട്ടപ്പോഴത്തേക്ക് നമുക്ക് 131 സബ്സ്ക്രൈബേഴ്സായി. ഓക്കെ, ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു എനിമി നിൽക്കുന്നു. അവനെ MB40 വെച്ച് കുറച്ച് ഡാം എടുത്തു. പിന്നെ കത്തുവിട്ട് കയറി ചെന്ന് അവനെ നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ അവനെ ഫിനിഷ് ആക്കി. അവൻ്റെ ടീം ഇവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേസ്. അവൻ്റെ ലൂട്ടൊക്കെ എടുക്കാൻ നിന്നില്ല. അവൻ്റെ ടീം ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അവൻ്റെ ലൂട്ട് എടുക്കാതിരുന്നത്. നോക്കുമ്പോൾ അവൻ്റെ ടീം ഇവിടെ ഒന്നുമില്ല. അവിടെ നമുക്ക് ലൂട്ടൊക്കെ എടുക്കാമെന്ന് വെച്ചു. ഞാൻ പോയി ലൂട്ട് എടുക്കാം എന്നുള്ള മൈൻഡിൽ പോവുകയാണ്. ഇനി ഇവിടെ എനിമിയൊന്നും കാണത്തില്ല ഗൈസ്, അധികം എനിമിയൊന്നും കാണില്ല. ഇവനെ ഒറ്റ കണ്ടോളൂ. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ പുതിയ ഫോൺ എടുത്ത് പവറാണ്. ഇനി തൊട്ട് വീഡിയോസൊക്കെ നല്ല ക്ലാരിറ്റിയിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് 131 സബ്സ്ക്രൈബേഴ്സായി. ഇന്നലത്തെ ഒരു വീഡിയോക്കകത്ത് നമുക്ക് 250+ വ്യൂസ് കയറി. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട്. ഇനിയും വ്യൂസ് കയറട്ടെ, സബ്സ്ക്രൈബേഴ്സ് കയറട്ടെ, ലൈക്ക് വരട്ടെ. സബ്സ്ക്രൈബേഴ്സ് കൂടുന്നെങ്കിൽ ലൈക്ക് അധികം കിട്ടുന്നില്ല ഗൈസ്. ഇന്നലത്തെ വീഡിയോക്കകത്ത് ഒരു ലൈക്ക് പോലും കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഒറ്റ ലൈക്ക് പോലും കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അനിയനെ എനിമി അടിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് കവർ എടുത്തിട്ട് കയറി അവനെ അടിക്കാമെന്ന് വെച്ച് ഗൈസ്. അപ്പം നമ്മളവനെ കയറി അടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കവർ എടുത്ത് കയറി അടിക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ എൻ്റെ അനിയന് ഫൂട്ട് വന്നു. അപ്പം എൻ്റെ അനിയനാണെങ്കിൽ അവനെ ചാടിപ്പോയി കൊന്നിട്ടുണ്ട്. എൻ്റെ അനിയൻ ചത്ത് അവനും ചത്ത്. എൻ്റെ അനിയൻ സോണി അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അവൻ്റെ ലൂട്ട് എടുക്കുവാണ്. എൻ്റെ അനിയൻ കൊന്ന് അവൻ്റെ ലൂട്ട് എടുക്കുവാണ് ഒന്നേനെ. അപ്പോൾ ഞാൻ അവൻ്റെ ലൂട്ട് ബോക്സിൽ നിന്ന് ലൂട്ടുകയും ചെയ്തിട്ട് ഞാൻ പറഞ്ഞ് ഇവിടുന്ന് പോവാം, ഇവിടെ അധികം ലൂട്ടില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ് ഗൈസ്. വേറെ എടുത്തുപോയി എനിമീനെ അടിക്കുക എന്നുള്ള മൈൻഡിൽ പോവാണ് എനിക്ക്.
ഒരു 2-3 കില്ലും കൂടെ എടുത്തായിരുന്നെങ്കിൽ എനിക്ക് പവറായിരുന്നേനെ. ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു. ബുയ അടിച്ചാൽ എനിക്ക് ബുയ അടിക്കണമെന്ന് അധികമില്ല ഗൈസ്. പക്ഷേ ബുയ അടിക്കണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ബുയ അടിക്കണം, പക്ഷേ ഒരു നല്ല കില്ലെടുത്താൽ എനിക്ക് അത്രേ ഉള്ളൂ. നല്ല കില്ലെടുക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. നല്ല കില്ലെടുത്ത് പവർ കാണിച്ച് വീഡിയോ ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ബുയ അടിച്ച് നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം. പക്ഷേ നമുക്ക് ഷോർട്സ് ആക്കി ഇടണമെങ്കിൽ അധികം ബുയ അടിക്കണം, നല്ല കില്ല് കൊടുത്താലേ ഷോർട്സ് ആക്കി ഇടാൻ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല കില്ല് വേണം, എന്നാലേ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൂ. അപ്പം മാക്സിമം കില്ലെടുക്കാൻ ശ്രമിക്കും ഗൈസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ തന്നെ ബിംബാശക്തി കയറിയിട്ടുണ്ട്, ഞാനും ബിംബാശക്തിയിലോട്ട് കയറുവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിംബാശക്തിയിലോട്ട് പോവുകയാണ്. നോക്കുമ്പോൾ അവിടെ എനിമി ഉണ്ട് ഗൈസ്. ഓക്കെ, എൻ്റെ അനിയനൊരു നോക്കിയിട്ടു. ഒരാളും കൂടെ ഉണ്ട് ഗൈസ്, ഒറ്റൊരുത്തനും കൂടെ ഉണ്ട്. അവൻ ചിലപ്പോൾ റിവൈവ് ആക്കുമായിരിക്കും. ഓക്കെ, അവൻ്റെ ടീമിനെ അവൻ റിവൈവ് ആക്കും. ഞാൻ വുഡ് പാഗ്രസ് ഒരു 1 ടാപ്പ് കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. ഓക്കെ, എൻ്റെ അനിയനെ ഒരുത്തനെ കൊന്നു. ഇനി ഒരുത്തനും കൂടെ ഉണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ആ ഗ്ലൂ പൊട്ടിച്ച് ഗ്ലൂ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഒരുത്തൻ ഇരുന്ന് അവൻ്റെ ടീമിനെ റിവൈവ് ആക്കുന്നു. ഞാനപ്പോൾ ഇരുന്ന് UMP ഒരുത്തിനെ കൊന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കാണിച്ചെന്താണെന്ന് വെച്ചാൽ എനിക്ക് എളുപ്പം ഗ്രനേഡ് വന്നില്ല, ഗ്രനേഡ് വേറെ എന്തോ വന്നു. ഓക്കെ, അപ്പോഴത്തേക്ക് എൻ്റെ അന്യം ഗ്ലൂ ഒക്കെ പൊട്ടിച്ചായിരുന്നു. പിന്നെ ഞാൻ ഒരു UMP വെച്ച് ഹെഡും കൊടുത്തിട്ട് അവന്മാരുടെ ടീമിനെ വൈപ്പാക്കി. ഞാനല്ല, എൻ്റെ അനിയനെടുത്ത് ഒരു കില്ലെടുത്തു, ഞാനൊരു കില്ലെടുത്തു. അപ്പോൾ നമുക്ക് 3 കില്ലായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പവർ നല്ല കിടുക്കാച്ച കില്ലാണ്. 3 കില്ല് നമ്മൾ നല്ല പവർ കില്ലായിരുന്നു എടുത്തത്. ഓക്കെ ഗൈസ്, അപ്പം ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. ഇവിടെ അധികം എനിമിയൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാക്സിമം കില്ല് വാരി കൂട്ടാനാണ് ഗൈസ് നോക്കുന്നത്, അത്രേ ഉള്ളൂ. മാക്സിമം ഇനിയൊരു 2-3 കില്ല് എടുക്കണം ഗൈസ്. ഒരു മാക്സിമം 2 കില്ലെങ്കിലും 2 കില്ലും കൂടെ എടുക്കണം. ഓക്കെ, നമ്മൾ കയറി പോവാണ്. ഇനി കയറി പോകുമ്പോൾ ഇവിടെ ഈ പുതിയ വീടിൻ്റെ അവിടെ എല്ലാം എനിമി ഉണ്ടെങ്കിൽ ചത്ത് ഗൈസ്. മെയിനായിട്ട് ഈ വീടിൻ്റെ മേളിൽ നിന്ന് എനിമി അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പാടാണ് ഗൈസ്. അതുമല്ല പുതിയ ഫോണാണ്, സെൻസിറ്റിവിറ്റി ക്ലിയർ അല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞ് എനിക്ക് ഫൂട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ കയറി ചെന്നിട്ട് തച്ചൂട്ട് അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ അനിയനെ അവൻ നോക്കാക്കി. ഞാൻ UMP വെച്ച് എന്തൊക്കെയോ കാണിക്കാൻ നോക്കിയാൽ ഒന്നും നടന്നില്ല. ഞാൻ പിന്നെ അവിടെ ഒരു ഗ്ലൂ ഇട്ടിട്ട് അവനെ കയറി അടിച്ച് ഗൈസ്. ഓക്കെ, കയറി അവൻ്റെ ടീമിനെ വൈപ്പാക്കിയപ്പോൾ തന്നെ വേറെ എനിമി കയറി വന്നു. ഞാൻ പെട്ടെന്ന് പ്രഷർ ചെയ്ത് തച്ചുമായിട്ട് 2-3 ഗ്ലൂ ഇട്ടു. അപ്പം അവൻ പറയാം അവനെ റിവൈവ് ആക്കണമെന്ന്. 2 കൂടെ എനിമിയുടെ പ്രഷർ, എൻ്റെ അനിയൻ്റെ പ്രഷർ 2 കൂടെ കയറിയിട്ട് ഞാൻ അവിടെ പെട്ടിടക്കുകയാണ്. എനിമി സൈഡിലത്തെ ഗ്ലൂ ഒക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ സൈഡിൽ കൂടെ എൻ്റെ അനിയനെ റിവൈവ് ആക്കി ആ സ്പോട്ടിൽ തന്നെ എൻ്റെ അനിയൻ ഓടിപ്പോയി അവന്മാരെ ചത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് ഡാം UMP വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ചാടി ഗൈസ്. എൻ്റെ അനിയൻ റിവൈവ് ആക്കെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ചാടി. ഞാൻ പിന്നെ ഇതിനെ കവറിലോട്ട് വന്നപ്പോഴത്തേക്ക് വേറെ എനിമി എന്നെ അടിക്കുന്നുണ്ട്. അത് വേറൊരു സ്കോർ വന്ന് എന്നെ അടിച്ചു. അങ്ങനെ കളി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. വീഡിയോ അടിക്കാൻ പറ്റില്ല, കുഴപ്പമില്ല, അടുത്ത വീഡിയോക്കകത്ത് നമുക്ക് വീഡിയോ അടിക്കാൻ ശ്രമിക്കാം. ബൈ.